വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫിഫ്ത്ത് മോഡ്യൂളിലെ സോൾഡറിങ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ സോൾഡറിങ് എന്താണെന്ന് നോക്കാം. ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ജോയിനിങ് മെറ്റാലിക് ഷീറ്റ്സ്. സോൾഡറിങ് ഈസ് വൺ ഓഫ് ദം. ഇപ്പോൾ മെറ്റാലിക് ഷീറ്റ് ജോയിൻ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ സോൾഡറിങ് എന്ന് പറയുന്നത്. സോൾഡറിങ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് മെറ്റാലിക് മെറ്റീരിയൽസ് ആർ ജോയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അനദർ ലിക്വിഫൈഡ് മെറ്റൽ. അതിന് പറയുന്ന പേരാണ് സോൾഡർ. മെറ്റാലിക് മെറ്റീരിയൽസിനെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഫൈഡ് മെറ്റലാണ് സോൾഡർ എന്ന് പറയുന്നത്. ഈ സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിൻ്റെ മെൽറ്റിംഗ് പോയിന്റിനും ബിലോ ആയിരിക്കും. അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ബേസ് മെറ്റലിൻ്റെ, അതായത് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൻ്റെ ബിലോ ആയിരിക്കും. ഓക്കെ, സോൾഡർ വെറ്റ്സ് എ ബേസ് മെറ്റീരിയൽ വിത്തൗട്ട് മെൽറ്റിംഗ് ഇറ്റ്. ഈ സോൾഡർ എന്ന് പറയുന്നത് ആ ബേസ് മെറ്റലിനെ മെൽറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് വെറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സോൾഡറിങ് അയനെ കുറിച്ചാണ്. അപ്പോൾ ഈ കാണുന്ന ഫിഗറാണ് സോൾഡറിങ് അയണിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഒക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് ഹാച്ചറ്റ് ടൈപ്പ് സോൾഡറിങ് അയൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിഗർ വന്നിട്ട് ചോദിച്ചാൽ മാറിപ്പോരും, ഇത് ഹാച്ചറ്റ് ടൈപ്പാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെ ഭാഗങ്ങളുണ്ടെന്ന് നോക്കാം. ഒന്ന് ഹെഡ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെ കോപ്പർ ബിറ്റ് എന്ന് പറയും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കോപ്പർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹെഡ്. പിന്നെ ഷാങ് ഉണ്ട്, ഒരു ഹാൻഡിലുണ്ട്. സോൾഡറിങ് അയൺ ഈസ് യൂസ് ടു മെൽറ്റ് ദ സോൾഡർ ആൻഡ് ഹീറ്റ് ദ മെറ്റൽ ദാറ്റ് ആർ ടു ബി ജോയിൻ ടുഗദർ. ഇപ്പോൾ സോൾഡറിങ് അയൺ എന്ന് പറയുന്നത് ഈ സോൾഡറിനെ മെൽറ്റ് ചെയ്യാനും നമ്മുടെ ബേസ് മെറ്റലിനെ ഹീറ്റ് ചെയ്യാനുമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എ സോൾഡറിങ് അയൺ ഹാസ് ഫോളോയിങ് പാർട്സ് പറഞ്ഞായിരുന്നു. ഹെഡ് ഉണ്ട്, അതിന് കോപ്പർ ബിറ്റ് എന്ന് പറയും. പിന്നെ ഷാങ് ഉണ്ട്, വുഡൻ ഹാൻഡിലുണ്ട്. പിന്നെ താഴത്ത് ഒരു എഡ്ജ് ഉണ്ട്. ഈ കാണുന്നതാണ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഷേപ്പ് ഓഫ് ഹെഡിൻ്റെ ഷേപ്പ് വെച്ചിട്ട് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. ഹെഡ് ഓഫ് ആൻ അയൺ ഈസ് മെയ്ഡ് ഓഫ് ഫോർജ്ഡ് കോപ്പർ. അപ്പോൾ ആ ഹെഡ് എന്ന് പറയുന്നത് കോപ്പർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. PYQ ആണ് നോട്ട് ചെയ്തേക്കുക. ദിസ് ഈസ് ബിക്കോസ് കോപ്പർ ഹാസ് ഗുഡ് ഹീറ്റ് കണ്ടക്ടിവിറ്റി. വേണേൽ ഇത് എന്തുകൊണ്ടാണ് കോപ്പർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ചോദിക്കാം. ഹീറ്റ് കണ്ടക്ടിവിറ്റി നല്ലതാണ്. ആൻഡ് ഹാസ് എ സ്ട്രോങ് അഫിനിറ്റി ഫോർ ദ സോൾഡർ സോ ദാറ്റ് ദ സോൾഡർ മെൽറ്റ് ഈസിലി ആൻഡ് സ്റ്റിക്സ് ടു ദ ബിറ്റ്. അപ്പോൾ ഈ സോൾഡർ പെട്ടെന്ന് മെൽറ്റ് ആകുകയും ഈ ബിറ്റിൽ, കോപ്പർ ബിറ്റിൽ ഇത് സ്റ്റിക്ക് ചെയ്ത് പിടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിത് കോപ്പർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഹാച്ചറ്റ് ടൈപ്പ് സോൾഡറിങ് അയൺ ആണ്. അതിലെന്ന് പറയുന്നത് ഷാങ്ക് ഫിറ്റഡ് അറ്റ് 90 ഡിഗ്രി ടു ദ ഹെഡ്. നിങ്ങൾ ഫിഗറിൽ നോക്കാൻ നേരത്ത് ഇതാണ് ഷാങ്ക് എന്ന് പറയുന്നത്. അതിന് 90 ഡിഗ്രി ആയിട്ടാണ് നമ്മുടെ കോപ്പർ ബിറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കോപ്പർ ബിറ്റ് സോൾഡറിങ് എഡ്ജ് എന്ന് പറയുന്നത് ഫിഗറിൽ നോക്കാൻ നേരത്ത് മനസ്സിലാവും, അത് V ഷേപ്ഡ് ആണ്. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്തേക്കുക. V ഷേപ്ഡ് ആണ് ഹാച്ചറ്റ് ടൈപ്പ് സോൾഡറിങ് അയണിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത്. ഇത് പിന്നെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് സോൾഡറിങ് ജോയിൻസിന് ആണ് ഈ ഹാച്ചറ്റ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ഒരു ഷീറ്റ് മെറ്റലിൻ്റെ ഒരു ജോയിൻ്റ് ആണ്. അപ്പോൾ അതിന് സ്ട്രൈറ്റ് ആയിട്ട് സോൾഡറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാച്ചറ്റ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് സ്ക്വയർ പോയിൻറ്റഡ് ആണ്. ഈ കാണുന്ന ഫിഗറാണ് സ്ക്വയർ പോയിൻറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എഡ്ജസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു പിരമിഡ് ഷേപ്പ് ആയിരിക്കും. ഓക്കെ, സോൾഡറിങ് അയൺ ഓർ എ സ്റ്റാൻഡേർഡ് വർക്ക്ഷോപ്പ് പാറ്റേൺ സോൾഡറിങ് അയൺ. അപ്പോൾ ഇതിനെ സ്ക്വയർ പോയിൻറ്റഡ് സോൾഡറിങ് അയൺ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വർക്ക്ഷോപ്പ് പാറ്റേൺ സോൾഡറിങ് അയൺ എന്ന് പറയും. ഫോർ ദിസ് ടൈപ്പ് എഡ്ജ് is shaped to an angle on 4 sides. ഇപ്പോൾ 4 സൈഡിൽ നിന്നും ഇങ്ങനെ ഓരോ ആംഗിളിലായിരിക്കും ഇത് എഡ്ജ് മീറ്റ് ചെയ്യുന്നത്. എന്നിട്ടൊരു പിരമിഡ് ഷേപ്പ് ആയിരിക്കും ആ എഡ്ജിന് ഉണ്ടായിരിക്കുക എന്ന് ഓർക്കുക. അപ്പോൾ അതിൻ്റെ പേര് സ്ക്വയർ പോയിൻറ്റഡ് സോൾഡറിങ് അയൺ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വർക്ക്ഷോപ്പ് പാറ്റേൺ സോൾഡറിങ് അയൺ ആണെന്ന് ഓർക്കുക. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ടാക്കിങ്ങിനും സോൾഡറിങ് ഓഫ് ജോയിനിങ് പോയിൻറ്റ്സിനുമായിട്ട്. ഇപ്പം ടാക്കിംഗ് എന്ന് പറഞ്ഞറിയാം. ഇപ്പം നമുക്ക് ഇവിടെ ഇപ്പം സോൾഡർ ചെയ്യണം, ഈ പോർഷനിലാണ് നമുക്ക് സോൾഡർ ചെയ്യണം. ഇപ്പോൾ ഇടക്കിടക്കുള്ള പോയിന്റ് നമ്മൾ ടാക്ക് ചെയ്ത് വെക്കും, ടാക്ക് വെൽഡ് പോലെ തന്നെ. അപ്പോൾ അതിനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ടാക്കിംഗ് ആൻഡ് സോൾഡറിങ് ഓഫ് ജോയിനിങ് പോയിൻറ്റ്സ്. ടാക്കിങ്ങിനും സോൾഡറിങ്ങിനുമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോൾഡറിനെ കുറിച്ചാണ്. ഇപ്പോൾ സോൾഡർ എന്ന് പറയുന്നത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും.
ഇതെന്ന് പറയുന്നത് പ്യുവർ മെറ്റൽസ് ഓർ അലോയ്സ് ആർ യൂസ്ഡ് ഫോർ സോൾഡേഴ്സ്. പ്യുവർ മെറ്റൽസും അലോയ്സും സോൾഡേഴ്സിന് വേണ്ടി യൂസ് ചെയ്യും. സോൾഡേഴ്സ് ആർ അപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് വയേഴ്സ്, സ്റ്റിക്സ്, ഇൻഗോട്ട്സ്, റോഡ്സ്, ത്രെഡ്സ്, ടേപ്സ്, ഫോംഡ് സെക്ഷൻസ്, പൗഡർ ആൻഡ് പേസ്റ്റ്. അപ്പോൾ ഈ സോൾഡേഴ്സ് നമ്മൾ വയറായിട്ടും സ്റ്റിക്കായിട്ടും ഇൻഗോട്ട്സ് ആയിട്ടും റോഡ്സ് ആയിട്ടും ത്രെഡ്സ്, ടേപ്സ്, ഫോംഡ് സെക്ഷൻസ്, പൗഡർ ആൻഡ് പേസ്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് സോൾഡേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. 2 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്, സോഫ്റ്റ് സോൾഡറും ഹാർഡ് സോൾഡറും. ഇതിനെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഫ്റ്റ് സോൾഡർ എന്ന് പറയുന്നത് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എപ്പോഴും 450 ബിലോ ആയിരിക്കും. 450 ഡിഗ്രി സെൽഷ്യസിന് ബിലോ ആയിരിക്കും, അല്ലെങ്കിൽ 427 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഈ 2 വാല്യൂം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഹാർഡ് സോൾഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് 450 എബോ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സോഫ്റ്റ് സോൾഡർ എന്താണെന്നുള്ളത്. ബേസിക്കലി സോഫ്റ്റ് സോൾഡർ എന്ന് പറഞ്ഞാൽ ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയ് ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ആൻറ്റിമണി, കോപ്പർ, കാഡ്മിയം ആൻഡ് സിങ്ക് കാണും. ഇതെന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ സോൾഡറിങ് ഹെവി, തിക്ക് ആൻഡ് ലൈറ്റ് മെറ്റൽസ്. ഓക്കെ, ഹെവി ആൻഡ് ലൈറ്റ് മെറ്റൽസ് സോൾഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ സോഫ്റ്റ് സോൾഡേഴ്സ് യൂസ് ചെയ്യും. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഹാർഡ് സോൾഡേഴ്സ് ആണ്. ഇതിൽ മെയിനായിട്ട് കാണുക കോപ്പറും സിങ്കുമാണ്. അതുകൂടാതെ ടിന്ന്, സിൽവർ, കാഡ്മിയം ആൻഡ് ഫോസ്ഫറസ് കാണും. ഹെവി മെറ്റൽസിനെ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാർഡ് സോൾഡേഴ്സ് യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് സോൾഡേഴ്സ് ലൈറ്റ് മെറ്റൽസ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, ഹെവി മെറ്റൽസ് ഹാർഡ് സോൾഡറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ യൂസ് ചെയ്യുന്ന ഫ്ലെക്സസിനെ കുറിച്ചാണ്. ഫ്ലെക്സസ് ആർ നോൺ മെറ്റാലിക് മെറ്റീരിയൽസ് വിച്ച് ആർ യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് സോൾഡറിങ്. സോൾഡറിങ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോൺ മെറ്റാലിക് ആയിട്ടുള്ള മെറ്റീരിയലിനെയാണ് ഫ്ലെക്സസ് എന്ന് പറയുന്നത്. ഈ ഫ്ലെക്സസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോൾഡറിങ് സർഫസിൽ നിന്ന് ഓക്സൈഡ്സിനെ റിമൂവ് ചെയ്യുക. ഓക്കെ, പിന്നെ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യുക. ഇറ്റ് ഹെൽപ്സ് മോൾട്ടൺ സോൾഡർ ടു ഫ്ലോ ഈസിലി ഇൻ ദ റിക്വയർഡ് പ്ലേസ്. അപ്പോൾ ഈ മോൾട്ടൺ സോൾഡറിനെ ഒരു കാപ്പിലറി ആക്ഷൻ മൂലം ആ ഫ്ലോ ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഫ്ലെക്സ് ആണ്. പിന്നെ ഇറ്റ് പ്രൊമോട്ട്സ് വെറ്റ് സർഫസ്. ഇപ്പോൾ ഒരു വെറ്റ് സർഫസ് ക്രിയേറ്റ് ചെയ്യാനും ഈ ഫ്ലെക്സ് സഹായിക്കും. പിന്നെ സെലക്ഷൻ ഓഫ് ഫ്ലെക്സ്, എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഫ്ലെക്സ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്ന് വർക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് ദ സോൾഡർ, ഇപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണ് സോൾഡർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ സോൾഡറിങ് പ്രോസസ്സ്, ഏത് പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ ഏത് മെറ്റീരിയലാണ് നമുക്ക് ജോയിൻ ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങൾ അനുസരിച്ചായിരിക്കും നമ്മളൊരു ഫ്ലെക്സ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ആ ഫ്ലെക്സസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇതിനെ കൊറോസീവ് ഫ്ലെക്സ് എന്നും നോൺ കൊറോസീവ് ഫ്ലെക്സ് എന്നും 2ആയിട്ട് തരംതിരിക്കാം. കൊറോസീവ് ഫ്ലെക്സ് എന്ന് പറയുന്നത് ആസിഡ് ഫോമിലായിരിക്കും, അത് കൊറോസീവ് ആയിരിക്കും. അപ്പോൾ ഈ ഫ്ലെക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കളയണം ഈ സോൾഡറിങ് ഓപ്പറേഷന് ശേഷം. നോൺ കൊറോസീവ് ഫ്ലെക്സ് എന്ന് പറയുന്ന ഈ പോയിന്റ് നോട്ട് ചെയ്യുക, ലംബ്, പൗഡർ, പേസ്റ്റ് അല്ലെങ്കിൽ ലിക്വിഡ്, ഈ ഫോമിലായിരിക്കും. ലംബ്, പൗഡർ, പേസ്റ്റ്, ലിക്വിഡ്, നോൺ കൊറോസീവ് ഫ്ലെക്സ്. ഓക്കെ, അത് വർക്കിംഗ് സർഫസിന് കൊറോഷൻ ഒന്നും ഉണ്ടാക്കത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലെക്സസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതെന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ലിക്വിഡ് വിച്ച് ഫ്യൂംസ് വെൻ ഇറ്റ് കംസ് ഇൻ ടു കോൺടാക്ട് വിത്ത് എയർ. അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ ഫ്യൂംസ് ഉണ്ടാകും എയറുമായിട്ട് കോൺടാക്ട് വരാൻ നേരത്ത്. അപ്പോൾ ഇത് നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യും. 2 to 3 ടൈംസ് ആയിരിക്കും വാട്ടർ നമ്മളതിൽ ആഡ് ചെയ്യുന്നത്, ആസിഡിൻ്റെ 2 to 3 ടൈംസ്. ഇത് ഡയല്യൂട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യാറ്. പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ സിങ്കുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സിങ്ക് ക്ലോറൈഡ് ഉണ്ടാവും, അത് ഒരു ഫ്ലെക്സ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ആസ് എ ഫ്ലെക്സ് ഫോർ ഷീറ്റ് മെറ്റൽസ് അതർ ദാൻ സിങ്ക്, അയൺ ഓർ ഗാൽവനൈസ്ഡ് ഷീറ്റ്. അപ്പോൾ ഇത് ഷീറ്റ് മെറ്റലിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൽ തന്നെ സിങ്ക് ഓർ GI ഷീറ്റിന് നമുക്കിത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് സിങ്ക് ക്ലോറൈഡ് ആണ്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന കോപ്പർ ഷീറ്റ്, ബ്രാസ് ഷീറ്റ്, ടിൻ പ്ലേറ്റ്സിനാണ്. ഓക്കെ, അപ്പോൾ കോപ്പറിൻ്റെ വേറൊരെണ്ണം നമുക്ക് പഠിക്കാനുണ്ട്, അപ്പോൾ അതായിരിക്കും ക്വസ്റ്റ്യനിൽ വരുന്നത്, ഫ്ലെക്സ്. ഓക്കെ, ആസ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി കൊറോസീവ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി കൊറോസീവ് ആണ്. ഫ്ലെക്സ് മസ്റ്റ് ബി പെർഫെക്റ്റ്ലി വാഷ്ഡ് ഓഫ് ആഫ്റ്റർ സോൾഡറിങ്. അപ്പോൾ ഈ സിങ്ക് ക്ലോറൈഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൊറോസീവ് ഫ്ലെക്സ് ആണെന്ന് ഓർക്കുക. അപ്പോൾ ഈ സോൾഡറിങ്ങിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞിരിക്കണം. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. ഇതെന്ന് പറയുന്നത് പൗഡർ, ലംബ് ആ ഫോമിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഇവാപ്പറേറ്റ് ചെയ്യും വെൻ ഹീറ്റ് ചെയ്യാൻ നേരത്ത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും.
അമോണിയം ക്ലോറൈഡ് ഡിസോൾഡ് ഇൻ വാട്ടർ ഈസ് യൂസ്ഡ് ആസ് എ ഫ്ലെക്സ് ഫോർ സോൾഡറിങ് സ്റ്റീൽ. ഇപ്പോൾ ഈ പോയിന്റ് നോട്ട് ചെയ്യുക. അമോണിയം ക്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് അത് ഫ്ലെക്സ് ആയിട്ട് യൂസ് ചെയ്യും സോൾഡറിങ് സ്റ്റീലിനെ സോൾഡർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സൊല്യൂഷൻ ഓഫ് മിക്സ്ചർ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്, സിങ്ക് ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് ഇത് ഫ്ലെക്സ് ആയിട്ട് യൂസ് ചെയ്യും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിന്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ്, സിങ്ക് ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് ഇതിൻ്റെ ഒരു മിക്സ്ചർ സ്റ്റെയിൻലെസ് സ്റ്റീലിന് ഫ്ലെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെസിനാണ്. റെസിൻ ഈസ് നോട്ട് വെരി എഫക്റ്റീവ് ഫോർ റിമൂവിങ് ഓക്സിഡേഷൻ കോട്ടിംഗ്. അപ്പോൾ ഓക്സിഡേഷൻ കോട്ടിംഗ് റിമൂവ് ചെയ്യാൻ ഈ റെസിനെ കൊണ്ട് സാധിക്കത്തില്ല. ഇറ്റ് ഈസ് നോട്ട് ഹൈലി കൊറോസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഫ്ലെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കോപ്പർ ആൻഡ് ബ്രാസിനാണ്. അപ്പോൾ ഈ പോയിന്റ് നോട്ട് ചെയ്യുക. റെസിൻ, കോപ്പർ ആൻഡ് ബ്രാസ്. ഈ റെസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 8 to 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ആ കാര്യം നോട്ട് ചെയ്യുക. റെസിൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ കോപ്പർ ആൻഡ് ബ്രാസിന് റെസിനാണ് യൂസ് ചെയ്യുന്നത് ഓർക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പേസ്റ്റ് ആണ്. ദിസ് എ മിക്സ്ചർ ഓഫ് സിങ്ക് ക്ലോറൈഡ്, റെസിൻ, ഗ്ലിസറിൻ ആൻഡ് അതേഴ്സ് ആൻഡ് അവൈലബിൾ ആസ് എ പേസ്റ്റ്. ഇത് പേസ്റ്റ് ആയിട്ടായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് എഫക്റ്റീവ് ഫോർ റിമൂവിങ് ഓക്സിഡേഷൻ കോട്ടിങ് റിമൂവ് ചെയ്യാൻ എഫക്റ്റീവ് ആണ്. ഇതെന്ന് പറയുന്നത് സ്മോൾ ഹാൻഡ് വർക്ക്സിനും റേഡിയോ വയറിംഗ്. അപ്പം റേഡിയോ വയറിങ്ങിൻ്റെ കാര്യം നോട്ട് ചെയ്യുക. പേസ്റ്റ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ആ പേസ്റ്റ് എന്ന് പറയുന്നത് സിങ്ക് ക്ലോറൈഡ്, റെസിൻ, ഗ്ലിസറിൻ, അതർ മെറ്റീരിയൽസ് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് നമുക്ക് സോൾഡറിങ്ങിനെയും ബ്രേസിങ്ങിനെയും കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പോയിൻ്റൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ പോയിന്റ് നോട്ട് ചെയ്യുക. സോൾഡറിങ് ഷുഡ് നോട്ട് ബി ഡൺ ഓൺ ജോയിൻറ്റ് സബ്ജക്ട് ടു ഹീറ്റ് ആൻഡ് വൈബ്രേഷൻ വെയർ മോർ സ്ട്രെങ്ത് റിക്വയർഡ്. ഇപ്പോൾ സോൾഡറിങ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം എന്ന് പറയുന്നത് ഹീറ്റോ വൈബ്രേഷനോ ഉള്ള സ്ഥലങ്ങളിൽ, മോർ സ്ട്രെങ്ത് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ സോൾഡറിങ് നമ്മൾ ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല. പിന്നെ നേരത്തെ പറഞ്ഞായിരുന്നു സോൾഡറിങ് നമുക്ക് സോഫ്റ്റ് സോൾഡറിങ്, ഹാർഡ് സോൾഡറിങ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് തരംതിരിക്കാം. അതിൽ ഹാർഡ് സോൾഡറിങ്ങിൽ വരുന്നതാണ് ബ്രേസിങ്ങും സിൽവർ ബ്രേസിങ്ങും. ഇപ്പോൾ നേരത്തെ 450 ബിലോ ആണെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു വാല്യൂ ആണ് 420, 427. അപ്പോൾ ഈ വാല്യൂ കൂടെ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പ്രോസസ് ഓഫ് ജോയിനിങ് മെറ്റൽസ് യൂസിങ് ടിൻ ആൻഡ് ലെഡ് ആസ് എ സോൾഡറിങ് അലോയ് വിച്ച് മെൽറ്റ് ബിലോ 420 ഡിഗ്രി സെൽഷ്യസ് ഈസ് നോൺ ആസ് സോഫ്റ്റ് സോൾഡറിങ്. അപ്പം ടിന്നും ലെഡും ആണ് സോഫ്റ്റ് സോൾഡറിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അത് മെൽറ്റ് ചെയ്യുന്നത് 420 ഡിഗ്രി സെൽഷ്യസിന് ബിലോ ആണ്. ഓക്കെ, പ്രോസസ് ഓഫ് ജോയിനിങ് മെറ്റൽസ് യൂസിങ് കോപ്പർ, സിങ്ക് ആൻഡ് ടിൻ അലോയ് ആസ് ഫില്ലർ മെറ്റീരിയൽ in which base metal is heated above 420 degrees Celsius but below 850. അതിന് പറയുന്ന പേരാണ് ബ്രേസിങ്. അപ്പോൾ 420ക്കും 850ക്കും ഇടയിലുള്ള ടെമ്പറേച്ചറിൽ മെൽറ്റ് ആകുന്ന ആ ഫില്ലർ മെറ്റീരിയലാണ് കോപ്പർ, സിങ്ക് ആൻഡ് ടിന്നാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അലോയ്. അതിനെ ബ്രേസിങ് എന്ന് പറയും. ഇപ്പോൾ സിൽവർ ബ്രേസിങ് എന്ന് പറയുന്നത് ബ്രേസിങ്ങിന് സിമിലർ ആണ്. പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്ന ഫില്ലർ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിൽവറിൻ്റെയും കോപ്പറിൻ്റെയും അലോയ് ആണ്. ഓക്കെ, സിൽവർ കോപ്പർ അലോയ് ആണ്. ഫ്ലെക്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് സോൾഡേഴ്സ്. ഇപ്പോൾ ടൈപ്സ് ഓഫ് സോൾഡേഴ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോമൺ സോൾഡർ ആണ്. ടിൻ ലെഡ് എന്ന് പറയുന്നത് 50-50 ആണ്. അത് ജനറൽ ഷീറ്റ് മെറ്റൽ ആപ്ലിക്കേഷൻ നോട്ട് ചെയ്യുക. ജനറൽ ഷീറ്റ് മെറ്റൽ ആപ്ലിക്കേഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫൈൻ സോൾഡർ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫൈൻ സോൾഡർ. ഇവിടെ 10 വെച്ച് കൂടുകയാണ്, 10 കുറയുകയാണ്. 10ൻ്റെ ഇത് നോക്കിയാൽ മതി. 60-40 ഫൈൻ സോൾഡർ. ഇതെന്ന് പറയുന്നത് ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടീസ് ആൻഡ് ഹയർ സ്ട്രെങ്ത്. ഇപ്പോൾ ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടീസ് വേണ്ട സ്ഥലത്ത്, ഹയർ സ്ട്രെങ്ത് വേണ്ട സ്ഥലത്താണ് നമ്മൾ ഈ ഫൈൻ സോൾഡറിൽ തന്നെ 60-40 കോമ്പിനേഷൻ, ടിന്നും ലെഡും ആണെന്ന് ഓർക്കുക, 60-40 കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫൈൻ സോൾഡറിൽ സെക്കൻഡ് ടൈപ്പ് ഉണ്ട്. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറ്. 70-30 ആണ്. ദേ ആർ യൂസ്ഡ് ഫോർ കോപ്പർ, വാട്ടർ ടാങ്ക്സ്, ഹീറ്റേഴ്സ് ആൻഡ് ജനറൽ ഇലക്ട്രിക്കൽ വർക്ക്. ഇപ്പോൾ ജനറൽ ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോൾഡർ ഏതാണെന്ന് ചോദിക്കും. അത് ഫൈൻ സോൾഡർ ആണ്. ഇതിൻ്റെ വാല്യൂസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഫൈൻ സോൾഡർ യൂസ് ചെയ്യുന്നത് ഫൈൻ സോൾഡർ ഇലക്ട്രിക്കൽ വർക്ക് അല്ലെങ്കിൽ വാട്ടർ ഹീറ്റർ, കോപ്പർ വാട്ടർ ടാങ്ക്, ഓക്കെ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഫൈൻ സോൾഡർ യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോഴ്സ് സോൾഡർ ആണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഈ ഫൈൻ സോൾഡറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, 40-60 ആണ്. ആദ്യം പഠിച്ച ഫൈൻ സോൾഡറിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇത് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ GA ഷീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. GA ഷീറ്റ്, ഓക്കെ.
അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് GI ഷീറ്റിൽ യൂസ് ചെയ്യുന്നത് കോൾഡ് സോൾഡർ ആണെന്ന് കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ എക്സ്ട്രാ ഫൈൻ സോൾഡർ ഉണ്ട്, അത് 6634 ആണ്. ബ്രാസ് കോപ്പർ ജ്വല്ലറി, ഓക്കെ, സോൾഡറിങ് ബ്രാസ് കോപ്പർ ആൻഡ് ജ്വല്ലറി ഐറ്റംസ് സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ഫൈൻ സോൾഡർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഡിഫറൻറ്റ് പേരുള്ളതിൽ യുടെക്റ്റിക് അലോയ് ആണ്, അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. യുടെക്റ്റിക് അലോയ് എന്ന് പറയുന്നത് 63 ടിന്നും 37 ലെഡും ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സിമിലർ ടു ഫൈൻ സോൾഡർ ആണ്. ആ കാര്യം കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ഈ ഫൈൻ സോൾഡറും കോഡ് സോൾഡറും യൂസ് ചെയ്യുന്നത് എവിടെയാണെന്നുള്ള രീതിയിലാണ്. അത് ഇലക്ട്രിക്കൽ വർക്കിന് ഫൈൻ സോൾഡറും കോഡ് സോൾഡർ GI ഷീറ്റിലും, ഓക്കെ. പിന്നെ കോമൺ സോൾഡർ യൂസ് ചെയ്യുന്നത് ജനറൽ ഷീറ്റ് മെറ്റൽ ആപ്ലിക്കേഷനാണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ യുടെക്റ്റിക് അലോയുടെയും എക്സ്ട്രാ ഫൈൻ സോൾഡറിൻ്റെയും ആ കോമ്പോസിഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് ബ്രേസിങ്ങിനെ കുറിച്ച് ഒന്നും കൂടെ നോക്കാം. ബ്രേസിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ജോയിനിങ് ടു സിമിലർ ഓർ ഡിസിമിലർ മെറ്റൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്യൂസിബിൾ അലോയ്. അപ്പം ബ്രേസിംഗ് എന്ന് പറയുന്നത് രണ്ട് സിമിലർ മെറ്റൽസിനെയോ ഡിസിമിലർ മെറ്റൽസിനെയോ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂസിബിൾ അലോയുടെ സഹായത്തോടെ, ഓക്കെ. ബ്രേസിംഗ് ഈസ് എസെൻഷ്യലി സിമിലർ ടു സോൾഡറിങ് ബട്ട് ഇറ്റ് ഗീവ്സ് എ മച്ച് സ്ട്രോങ്ങർ ജോയിൻ ദാൻ സോൾഡറിങ്. അപ്പോൾ സോൾഡറിങ്ങിനെ അപേക്ഷിച്ച് മച്ച് സ്ട്രോങ്ങർ ജോയിൻ്റ് ആയിരിക്കും ബ്രേസിങ് നൽകുന്നത്. പ്രിൻസിപ്പൽ ഡിഫറൻസസ് ഈസ് എ യൂസ് ഓഫ് ഹാർഡർ ഫില്ലർ മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ ഫില്ലർ മെറ്റീരിയലിൻ്റെ പേരാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, സ്പെൽറ്റർ. ഇത് PSCക്ക് ചോദിക്കാറുള്ളതാണ്. ബ്രേസിങ് ഫില്ലർ മെറ്റൽ സ്പെൽറ്റർ. സോൾഡറിങ്ങിൻ്റെത് സോൾഡറാണ്. വിച്ച് ഫ്യൂസസ് അറ്റ് സം ടെമ്പറേച്ചർ എബോവ് റെഡ് ഹീറ്റ് ബട്ട് ബിലോ ദ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ദ പാർട്സ് ടു ബി ജോയിൻഡ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എബോവ് റെഡ് ഹീറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും, ബട്ട് ബിലോ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ദ പാർട്സ് ടു ബി ജോയിൻഡ്. അപ്പം നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ബേസ് മെറ്റലിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ബിലോ ആയിരിക്കും ഇത് മെൽറ്റ് ചെയ്യുന്നത്. അത് ഫ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റെഡ് ഹീറ്റ് ടെമ്പറേച്ചറിന് മുകളിലായിരിക്കും. ഫില്ലർ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ് മേ ബി ഡിവൈഡ് ഇൻ ടു 2 ക്ലാസ്സസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു, കോപ്പർ ബേസ് അലോയ്സും സിൽവർ ബേസ് അലോയ്സും ഉണ്ട് ബ്രേസിങ്ങിൽ. ദർ ആർ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് അലോയ്സ് ഇൻ ഈച്ച് ക്ലാസ്. ബട്ട് ബ്രാസ്, ഓക്കെ, ബ്രാസ് sometimes with up to 20% tin are mostly used on mainly bracing ferrous metals. ആ പോയിന്റ് നോട്ട് ചെയ്യുക. ഇപ്പോൾ ബ്രാസ് പ്ലസ് 20% ടിന്ന് ഇതായിരിക്കും ഫെറസ് മെറ്റൽസിനെ ബ്രേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ സിൽവർ അലോയ്സിൻ്റെ കാര്യം പറഞ്ഞു. സിൽവർ അലോയ്സ് എന്ന് പറയുന്നത് സിൽവറും കോപ്പറും കാണും, അല്ലെങ്കിൽ സിൽവർ കോപ്പർ ആൻഡ് സിങ്ക് ആയിരിക്കും. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് റേഞ്ച് എന്ന് പറയുന്നത് 600 to 850 ആണ്. അത് യൂസ് ചെയ്യുന്നത് ബ്രേസിങ് എനി മെറ്റൽസ് കേപ്പബിൾ ഓഫ് ബീയിങ് ബ്രേസ്ഡ്. ഓക്കെ, ബ്രേസ് ചെയ്യാൻ സാധിക്കുന്ന ഏത് മെറ്റലിനെയും ഈ സിൽവർ ആൻഡ് കോപ്പർ ആൻഡ് സിങ്ക് അല്ലെങ്കിൽ സിൽവർ ആൻഡ് കോപ്പർ ആ ബേസ് ചെയ്തിട്ടുള്ള സിൽവർ അലോയ്സ് വെച്ച് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് റേഞ്ച് 600 to 850 ആണ്. അതിൽ ഏത് മെറ്റൽ വേണമെങ്കിലും നമുക്ക് ബ്രേസ് ചെയ്യാം. ദേ ആർ ഗിവിങ് എ ക്ലീൻ ഫിനിഷ് ആൻഡ് സ്ട്രോങ് ഡക്റ്റൈൽ ജോയിൻറ്റ്. അപ്പോൾ ഈ സിൽവർ ബേസ് അലോയ്സ് യൂസ് ചെയ്യാൻ നേരത്ത് ക്ലീൻ ഫിനിഷ് ആയിരിക്കും, സ്ട്രോങ് ഡക്റ്റൈൽ ജോയിൻ്റ് ആയിരിക്കും. സ്പെൽറ്റേഴ്സ് ആണ്, ഷെൽറ്റേഴ്സ് അല്ല. സ്പെൽറ്റേഴ്സ് എന്ന് പറയുന്നത് ആ തിക്നെസ് ഓഫ് ദ ഷീറ്റിനനുസരിച്ചായിരിക്കും നമ്മൾ നിർമ്മിക്കുന്നത്. ആഫ്റ്റർ ബ്രേസിങ് ദ ജോയിൻറ്റ് മസ്റ്റ് ബി ഹാമേർഡ് ടു ചെക്ക് ദ ലീക്കേജ് ആൻഡ് റിമൂവ് ഫ്ലെക്സ്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഈ രീതിയിൽ ചോദിക്കാം, ബ്രേസിങ് ചെയ്തതിന് ശേഷം എന്തിനാണ് ഹാമർ ചെയ്യുന്നത്? ടു ചെക്ക് ദ ലീക്കേജ് ആൻഡ് ടു റിമൂവ് ഫ്ലെക്സ്. അപ്പോൾ ഫ്ലെക്സ് റിമൂവ് ചെയ്യാനും ലീക്കേജ് ചെക്ക് ചെയ്യാനുമായിട്ടാണ് നമ്മൾ ബ്രേസിങ്ങിന് ശേഷം ഹാമർ ചെയ്യുന്നത്. മോസ്റ്റ്ലി ആൻഡ് കോമൺലി യൂസ്ഡ് ഫ്ലെക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രേസിങ്ങിൽ യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് ഏതാണെന്ന് ചോദിക്കും. ബൊറാക്സ് ആണ്. ഓക്കെ, ഫോർ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്. ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസിന് ബൊറാക്സ് ആണ് ഫ്ലെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് റിമൂവ്സ് റസ്റ്റ് ആൻഡ് പ്രിവെൻറ്റ്സ് അറ്റ്മോസ്ഫിയറിക് എഫക്റ്റ്. ഇതെന്ന് പറയുന്നത് റസ്റ്റിനെ റിമൂവ് ചെയ്യുകയും അറ്റ്മോസ്ഫിയറിക് എഫക്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും വെൻ ബ്രേസിങ് ഓപ്പറേഷൻ ഈസ് ഗോയിങ് ഓൺ. ഓക്കെ, പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബ്രേസിങ് ജോയിൻസ് ആണ്. അപ്പോൾ നമ്മൾ ആ ഹീറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നതിനനുസരിച്ച് ആണ് ഈ ബ്രേസിങ് ജോയിൻസിനെ പറയുന്നത്. ഒന്ന് ഡിപ്പ് ബ്രേസിങ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലക്സിൽ ഒരു മോട്ടൻ ഭാഗത്തിൽ നമുക്ക് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് അതിനെ ഹീറ്റ് ചെയ്യാം. ഇൻ ദിസ് മെത്തേഡ് അസംബിൾഡ് പാർട്സ് ആർ ഡിപ്ഡ് ഇൻ ഫ്ലക്സ് കെപ്റ്റ് അറ്റ് ടെമ്പറേച്ചർ റിക്വയർഡ് ടു മെൽറ്റ് ദ ഫില്ലർ മെറ്റൽ. അപ്പോൾ ആ ഫില്ലർ മെറ്റലിനെ മെൽറ്റ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലക്സിൽ ഡിപ്പ് ചെയ്ത് വെക്കും. അതിന് ഡിപ്പ് ബ്രേസിങ് എന്ന് പറയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫർണസ് ബ്രേസിങ്. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പാർട്ടിനെ ഹീറ്റ് ചെയ്യണം, അത് നമ്മൾ ഫർണസിൽ കീപ്പ് ചെയ്യും.
കീപ്പ് ചെയ്യും. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് പാർട്സ് ആർ കെപ്റ്റ് ഇൻ ഫർണസസ് മെയിൻറ്റൈൻഡ് അറ്റ് എ ടെമ്പറേച്ചർ ദാറ്റ് വിൽ മെൽറ്റ് ദ ഫില്ലർ മെറ്റൽ. ആ ഫില്ലർ മെറ്റലിനെ മെൽറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ടെമ്പറേച്ചറിൽ ഫർണസിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അടുത്ത ടോർച്ച് ബ്രേസിംഗ്. ഇതിലെന്ന് പറയുന്ന ഒരു ഓക്സിയാസിറ്റിലിൻ ഫ്ലെയിം ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ടോർച്ച് ബ്രേസിംഗിൽ യൂസ് ചെയ്യുന്ന ഫ്ലെയിം ഓക്സിയാസിറ്റിലിൻ ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ ഇൻ ദിസ് മെത്തേഡ് ഹീറ്റ് ഈസ് അപ്ലൈഡ് ബൈ ഓക്സിയാസിറ്റിലിൻ ഫ്ലെയിം ആൻഡ് ദ ബ്രേസിംഗ് റോഡ് ഈസ് മെൽറ്റഡ് വിത്ത് ദ അഡീഷൻ ഓഫ് ഫ്ലക്സ്. എന്നിട്ട് ബ്രേസിംഗ് റോഡിൽ നമ്മൾ ഫ്ലക്സ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ടോർച്ച് ബ്രേസിംഗ് എന്ന് പറയുന്നത് ഓരോന്നും അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, അപ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഇലക്ട്രിക് ബ്രേസിംഗ് എന്ന് പറയുന്ന നേരത്തൊരു ഹീറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് സോഴ്സ് വെച്ചിട്ടായിരിക്കും. അതിനുവേണ്ടി ആർക്ക്, റെസിസ്റ്റൻസ് ഓർ ഇൻഡക്ഷൻ ഹീറ്റിംഗ് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബ്രേസിംഗ് ജോയിൻസ് ഇതൊക്കെയാണെന്ന് നോട്ട് ചെയ്യുക. ഡിപ് ബ്രേസിംഗ്, ഫർണസ് ബ്രേസിംഗ്, ടോർച്ച് ബ്രേസിംഗ്, ഇലക്ട്രിക് ബ്രേസിംഗ്. പിന്നെ ഫോർജിങ് ഉണ്ട്. ഫോർജിങ്ങിന് വേണ്ടി, അതായത് ഹീറ്റ് ചെയ്യാനായിട്ട് ബ്ലോ ലാമ്പ് യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് കെറോസിനാണെന്ന് ഓർക്കുക. ഓക്കെ, കെറോസിനാണ് ബ്ലോ ലാമ്പിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ പാർട്ട് ഉണ്ടെന്ന് ആദ്യം നോക്കാം. ഒന്ന് ഫ്യൂവൽ ടാങ്ക് ഉണ്ട്, ഹാൻഡിലുണ്ട്, പമ്പുണ്ട്, പ്രഷർ റിലീസ് വാൽവ്, ഫില്ലർ ക്യാപ്പ്, പ്രൈമിംഗ് ട്രഫ്. അപ്പോൾ ഈ കാണുന്നതാണ് ബ്ലോ ലാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്ട് നോക്കാം. ചിലപ്പോൾ ഫിഗർ തന്നിട്ട് ഇത് ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഒന്നെന്ന് പറയുന്നത് ഫില്ലർ ക്യാപ്പ്. ഇവിടെ ആയിരിക്കും നമ്മൾ ആ കെറോസിൻ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രഷർ റിലീസ് വാൽവ് ഉണ്ട്. ഈ കാണുന്നതാണ് പ്രഷർ റിലീസ് വാൽവ്. ഇത് ഫില്ലർ ക്യാപ്പ്. പിന്നെ ഇതെന്ന് പറയുന്നത് പ്രൈമിംഗ് ട്രഫാണ്. ഇത് സപ്പോർട്ട് ബ്രാക്കറ്റ്. ഇത് ബേണറാണ്. ഓക്കെ, ഇത് നമ്മുടെ നേരത്തെ പഠിച്ച സ്ക്വയർ പോയിൻറ്റഡ് സോൾഡറിങ് അയണാണ്. അപ്പോൾ അത് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ബ്ലോ ലാമ്പ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഇതാണ് നമ്മുടെ പമ്പ്, ഇതൊരു ഹാൻഡിലാണ്, ഇത് നമ്മുടെ ടാങ്ക്. ഇതിലായിരിക്കും കെറോസിനുള്ളത്. ഓക്കെ, ഈ കെറോസിൻ എന്ന് പറയുന്നത് ഈ ബർണറിൽ നമ്മൾ മറ്റേ ഗ്യാസ് സ്റ്റൗവിലൊക്കെ, ഗ്യാസ് സ്റ്റൗവിലല്ല, പണ്ട് മണ്ണെണ്ണ സ്റ്റൗവില്ലേ, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കിങ്. ജസ്റ്റ് അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ഇതിലൂടെ മണ്ണെണ്ണ വരും. അത് എന്നിട്ട് ഫ്ലെയിമായി പുറത്തോട്ട് വരും. ആ ഹീറ്റ് വെച്ചിട്ട് നമ്മുടെ സോൾഡറിങ് ആണ് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ആദ്യം വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് പ്രധാനമായിട്ട് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് സോൾഡറിങ്ങും ബ്രേസിങ്ങും, അപ്പോൾ അതിൻ്റെ ഫ്ലക്സസ് യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്, ആ കാര്യങ്ങളാണ്. പിന്നെ ഇതൊരു എക്സ്ട്രാ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. സേഫ്റ്റി പ്രിക്കോഷൻസ് ടു ബി ഫോളോഡ്. ഇഫ് ദ ലിക്വിഡ് കറോസിൻ ഈസ് എമിറ്റഡ് ഫ്രം ദ ജെറ്റ് ഡ്യൂറിങ് പമ്പിങ് ടു പ്രഷർ ടാങ്ക്, പ്രഷർ വാൽവ് ഷുഡ് ബി ഓപ്പറേറ്റഡ് ക്വിക്ക്ലി. ഇപ്പോൾ ഈ ലിക്വിഡ് കറോസിൻ എന്ന് പറയുന്നത് പ്രഷർ ടാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രഷർ വാൽവ് ക്വിക്ക്ലി ഓപ്പറേറ്റ് ചെയ്യണം. ഇഫ് ദ ലാമ്പ് ഈസ് ബ്ലോൺ, ഇപ്പോൾ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ലാമ്പ് ബ്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ വിൻഡ് ഓർ എക്സ്റ്റിംഗ്വിഷ്ഡ്, ദ പ്രഷർ വാൽവ് ഷുഡ് ബി ഓപ്പൺ ടു പ്രിവെൻറ്റ് കെറോസിൻ വേപ്പർ ഫ്രം ടാങ്ക് ഇൻ ദ എയർ. അപ്പം കെറോസിൻ വേപ്പർ ടാങ്കിൽ നിന്ന് എയറിലോട്ട് പോകുന്നത് തടയാനായിട്ട് പ്രഷർ വാൽവ് ഓപ്പൺ ചെയ്തിരിക്കണം. ഫ്ലെയിം ഷുഡ് നോട്ട് ബി ഡയറക്റ്റഡ് അറ്റ് ഫ്ലെയിമബിൾ മെറ്റീരിയൽ. ഈ ഫ്ലെയിം എന്ന് പറയുന്നത് ഇപ്പോൾ കത്താൻ സാധ്യതയുള്ള ഏതെങ്കിലും മെറ്റീരിയലിലോട്ട് ഡയറക്റ്റ് ചെയ്യരുത്. ആഫ്റ്റർ ദ വർക്ക് ഈസ് ഓവർ, ഫ്ലെയിം ഷുഡ് ബി എക്സ്റ്റിംഗ്വിഷ്ഡ് ബൈ പ്രഷർ റിലീഫ് വാൽവ്. പ്രഷർ റിലീഫ് വാൽവ് വെച്ചിട്ട് എക്സ്റ്റിംഗ്വിഷ് ചെയ്തിരിക്കണം. പിന്നെ ഹാൻഡ് ഫോർജ് ഉണ്ട്, അത് ഹീറ്റിംഗ് പർപ്പസിന് വേണ്ടി. പൈപ്പ് ബ്രേസിങ്, പിക്ലെറ്റ് മെൽറ്റിങ്, പ്ലംബേഴ്സ് സോൾഡർ ഹീറ്റിങ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഹാൻഡ് ഫോർജ് യൂസ് ചെയ്യുന്നതെന്ന് കൂടി ഓർക്കുക. ഇതെന്ന് പറയുന്നത് പോർട്ടബിൾ വണ്ണാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി അവിടെ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് ഹാൻഡ് ഫോർജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സോൾഡറിങ് ആൻഡ് ബ്രേസിങ് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. സോൾഡറിങ് ആൻഡ് ബ്രേസിങ് പ്രോസസ് ഡിഫർ ഫ്രം വെൽഡിങ് ഇൻ സെൻസ് ദാറ്റ് ദർ ഈസ് നോ ഡയറക്റ്റ് മെൽറ്റിംഗ് ഓഫ് ബേസ് മെറ്റൽ. വെൽഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ്, ഡയറക്റ്റ് ബേസ് മെറ്റലിനെ മെൽറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സോൾഡറിങ്ങിലും ബ്രേസിങ്ങിലും അങ്ങനെ സംഭവിക്കുന്നില്ല. ഇൻ ബ്രേസിംഗ് ഓർ സോൾഡറിങ്, ഫില്ലർ അലോയ്സ് ഫ്ലോസ് ബിറ്റ്വീൻ ടു ക്ലോസ്ലി അഡ്ജസ്റ്റന്റ് സർഫസ് ബൈ കാപ്പിലറി ആക്ഷൻ. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. കാപ്പിലറി ആക്ഷൻ മൂലമാണ് ഇപ്പോൾ ഈ രണ്ട് സർഫസിനിടക്ക് ഇപ്പോൾ നമുക്കിവിടെ സോൾഡർ ചെയ്യണം അല്ലെങ്കിൽ ബ്രേസ് ചെയ്യണം. അപ്പോൾ കാപ്പിലറി ആക്ഷൻ മൂലമാണ് ഇവിടെ ഫ്ലോ നടക്കുന്നതെന്ന് ഓർക്കുക. പിന്നെ സോഫ്റ്റ് സോൾഡറിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ബിലോ 427 എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നിമിയുടെ ടെക്സ്റ്റിൽ തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 420, 427, 450 ആ റേഞ്ച് ഒന്ന് മനസ്സിലോർത്ത് വെച്ചേക്കണം. പിന്നെ ഈ സോഫ്റ്റ് സോൾഡറിങ്ങിനെ ടിൻ ലെഡ് നമ്മൾ ജനറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ടിൻ ലെഡ് ആൻറ്റിമണി ഉണ്ട്, ടിൻ ലെഡ് കാഡ്മിയം ഉണ്ട്. ഓക്കെ, ദ പ്രോസസ് ഈസ് റെഫേർഡ് ടു സോഫ്റ്റ് സോൾഡറിങ്. Heat required for soft soldering supplied by soldering iron
whose copper tip is heated either by forge or electrically. നേരത്തെ പറഞ്ഞ ഫോർജ് വെച്ചോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വഴി കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ടി വി ഒക്കെ നന്നാക്കാൻ വരാൻ നേരത്ത് അവർ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ആയിട്ടുള്ള സോൾഡറിങ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഫോർജൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. ഓക്കെ. ഈ പിന്നെ കമ്പോസിഷൻ ഓഫ് സോഫ്റ്റ് സോൾഡർ. യൂഷ്വലി സോഫ്റ്റ് സോൾഡർ ഇസ് ആൻ അലൈ ഓഫ് ലെഡ് ആൻഡ് ടിൻ ഇൻ ഡിഫറെൻറ്റ് റേഷ്യോസ് ഡിപ്പെൻഡിങ് ഓൺ ദ ബേസ് മെറ്റൽ സോൾഡേർഡ് ആൻഡ് പർപ്പസ് ഓഫ് സോൾഡറിങ്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു സോഫ്റ്റ് സോൾഡേഴ്സിൻ്റെ അതിൻ്റെ ടിന്നിൻ്റെയും ലെഡിൻ്റെയും ഓരോ കോമ്പോസിഷൻ, ഫൈൻ സോൾഡർ, കോൾഡ് സോൾഡർ ഒക്കെ. ഓക്കെ. പിന്നെ ഇത് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റിക്കായിട്ടും ബാറായിട്ടും പേസ്റ്റായിട്ടും ടേപ്പായിട്ടും വയറായിട്ടാണ് നോക്കിയായിരുന്നു. പിന്നെ ടൈപ്സ് ഓഫ് ഫ്ലക്സസിൽ കൊറോസീവ് ഉണ്ട്, നോൺ കൊറോസീവ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇൻ ദിസ് ടൈപ്പ് സൊല്യൂഷൻ കണ്ടെയ്ൻസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആണ് ഇതിലുള്ളത്. സിങ്ക് ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ. ദിസ് ടൈപ്പ് ഓഫ് ഫ്ലക്സ് ലീവ്സ് എ കൊറോസീവ് ഡെപ്പോസിറ്റ് ഓൺ ദ ബേസ് മെറ്റൽ സർഫസ് വിച്ച് മസ്റ്റ് ബി തറോലി വാഷ്ഡ് ഓഫ് ആഫ്റ്റർ സോൾഡറിങ്. സോൾഡറിങ്ങിന് ശേഷം അത് ക്ലീൻ ചെയ്തിരിക്കണം. ദിസ് ടൈപ്പ് ഓഫ് ഫ്ലക്സ് ഇസ് നോട്ട് യൂസ്ഡ് ഓൺ ഇലക്ട്രിക്കൽ വർക്ക്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക്കൽ വർക്കിന് ഇത് യൂസ് ചെയ്യാൻ പാടില്ല, കാരണം അവിടെ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പോൾ കൊറോസീവ് ഫ്ലക്സ് ആയിട്ടുള്ള അമോണിയം ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സിങ്ക് ക്ലോറൈഡ് ഇതൊന്നും ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോൺ കൊറോസീവ് ആണ്. ഇതെന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ റെസിൻ ആണ്. ഈ ഫ്ലക്സസ് എന്ന് പറയുന്നത് റെസിൻ ബേസ്ഡ് ആണ്. ഇതെന്ന് പറയുന്നത് ദീസ് ലീവ് എ നോൺ കൊറോസീവ് റെസിഡ്യൂ. അവിടെ കൊറോസീവ് റെസിഡ്യൂ ഒന്നും ഇത് ഡെപ്പോസിറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഇലക്ട്രിക്കൽ വർക്കിനും ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് പ്രഷർ ഗേജ്, പാർട്സ് വെയർ വാഷിംഗ് ഇസ് ഡിഫിക്കൽട്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ നോൺ കൊറോസീവ് ഫ്ലക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റെസിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓരോ മെറ്റീരിയൽ സൂട്ടബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റീലിന് സിങ്ക് ക്ലോറൈഡ് യൂസ് ചെയ്യാം, സിങ്ക് ആൻഡ് ഗാൽവനൈസ്ഡ് അയൺ, ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്യാം. ടിന്നിന് സിങ്ക് ക്ലോറൈഡ്, ലെഡ്, ടാലോറസിൻ. ഇമ്പോർട്ടൻറ്റ്, ലെഡ്, ടാലോറസിൻ. പിന്നെ ബ്രാസ്, കോപ്പർ, ബ്രോൺസ്, അതിന് സിങ്ക് ക്ലോറൈഡും റെസിനും യൂസ് ചെയ്യും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെസിനാണ്. ബ്രാസ്, കോപ്പർ ചോദിച്ചു കഴിഞ്ഞാൽ റെസിനായിരിക്കും. സിങ്ക് ക്ലോറൈഡ് ഓപ്ഷൻ ഉണ്ടെങ്കിലും റെസിനായിരിക്കും ആൻസർ. ബ്രേസിംഗ്. ബ്രേസിംഗ് ഈസ് എ മെറ്റൽ ജോയിനിങ് പ്രോസസ് വിച്ച് ഈസ് ഡൺ അറ്റ് എ ടെമ്പറേച്ചർ എബോവ് 450. എബോവ് 450-ലായിരിക്കും. ഓക്കെ. ബിലോ 450 ആണെങ്കിൽ അത് സോൾഡറിങ് ആണെന്ന് ഓർക്കുക. കമ്പയർഡ് ടു സോൾഡറിങ് വിച്ച് ഈസ് ഡൺ അറ്റ് ബിലോ 450. സോ ബ്രേസിംഗ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഫോളോയിങ് സ്റ്റെപ്സ് ആർ യൂസ്ഡ്. ആദ്യം ബ്രേസിംഗ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആ ഏരിയ ക്ലീൻ ചെയ്യണം. ക്ലീൻ ദ ഏരിയ ഓഫ് ജോയിൻ തറോലി ബൈ വയർ ബ്രഷിംഗ്, എമർജിങ് ആൻറ്റി കെമിക്കൽ സൊല്യൂഷൻസ് ഫോർ റിമൂവിങ് ഓയിൽ, ഗ്രീസ്, പെയിൻറ്റ്സ് എക്സെട്ര. അപ്പോൾ അതിൽ നിന്ന് ഓയിലും ഗ്രീസും പെയിൻറ്റ്സും അതൊക്കെ റിമൂവ് ചെയ്തിരിക്കണം, വയർ ബ്രഷ് ചെയ്തിരിക്കണം. പിന്നെ ഫിറ്റ് ദ ജോയിൻറ്റ് ടൈറ്റ്ലി യൂസിങ് പ്രോപ്പർ ക്ലാമ്പിങ്. അപ്പം നമ്മൾ സോൾഡർ ചെയ്യേണ്ട ആ പോർഷൻ ഫേം ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ. ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ ഇതിനിടയ്ക്കുള്ള മാക്സിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് നോട്ട് ചെയ്യുക. ചോദിച്ചിട്ടുള്ളതാണ് 0.08 mm. അപ്പം ബ്രേസിങ്ങിൻ്റെ ചെയ്യാൻ നേരത്തുള്ള മാക്സിമം ഗ്യാപ്പ് പെർമിറ്റ് ചെയ്തിരിക്കുന്നത് 0.08 mm ആണ്. അപ്ലൈ ദ ഫ്ലെക്സ് ഇൻ പേസ്റ്റ് ഫോം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബോറാക്സിൻ്റെ കോമ്പോസിഷനാണ്. അപ്ലൈ ദ ഫ്ലെക്സ് ഇൻ ദ പേസ്റ്റ് ഫോം ഫോർ ബ്രേസിങ് അയൺ ആൻഡ് സ്റ്റീൽ. ഇപ്പോൾ അയൺ ആൻഡ് സ്റ്റീലിന് നമ്മൾ പേസ്റ്റ് ഫോമിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ മിക്സ്ചർ എന്ന് പറയുന്നത് 75% ബോറാക്സ് പൗഡറും 25% ബോറിക് ആസിഡുമാണ്. ഓക്കെ. അപ്പോൾ ബ്രേസിങ് അയൺ ആൻഡ് സ്റ്റീൽ ചോദിച്ചിട്ടുണ്ട്. അവിടെ യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത് പേസ്റ്റ് ഫോമിലായിരിക്കും. 75% ബോറാക്സ് പൗഡറാണ്, 25% ബോറിക് ആസിഡാണ്. അയൺ ആൻഡ് സ്റ്റീലിനാണെന്ന് ഓർക്കണം. 75% ബോറാക്സ് പൗഡർ, 25% ബോറിക് ആസിഡ്. പേസ്റ്റ് ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. യൂഷ്വലി ബ്രേസിംഗ് ഫ്ലെക്സ് കണ്ടെയ്ൻസ് ക്ലോറൈഡ്, ഫ്ലൂറൈഡ്സ്, ബോറാക്സ്, ബോറൈറ്റ്സ്, ബോറൈറ്റ്, ബോറിക് ആസിഡ്, വെറ്റിംഗ് ഏജൻറ്റ്സ് ആൻഡ് വാട്ടർ. അപ്പോൾ ബ്രേസിംഗ് ഫ്ലെക്സിൽ ക്ലോറൈഡ്സ് കാണും, ഫ്ലൂറൈഡ്സ്, ബോറാക്സ് കാണും, ബോറൈറ്റ്സ് കാണും, ബോറൈറ്റ്സ് കാണും, ബോറിക് ആസിഡ്, വെറ്റിംഗ് ഏജൻറ്റ്സ് ആൻഡ് വാട്ടറൊക്കെ കാണും. അത് ഇമ്പോർട്ടൻ്റ് അല്ല. സോ suitable ഫ്ലെക്സ് കോമ്പിനേഷൻ is selected based on metal being used. ഇപ്പോൾ ബ്രേസിങ്ങിന് കോമൺലി യൂസ് ചെയ്യുന്നത് ബൊറാക്സ് ആണെന്ന് ഓർക്കുക ഫ്ലെക്സ് ആയിട്ട്. ഓക്കെ. അതിൻ്റെ ഫില്ലർ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്പെൽറ്റർ ആണെന്ന് ഓർക്കുക. ബ്രേസിംഗ് ഈസ് എംപ്ലോയിഡ് വരെ ഡക്റ്റൈൽ ജോയിൻറ്റ് ഈസ് റിക്വയർഡ്. ഡക്റ്റൈൽ ആയിട്ടുള്ള ജോയിൻ്റ് ആവശ്യമുള്ള സ്ഥലങ്ങളിലാണ് ബ്രേസിംഗ് യൂസ് ചെയ്യുന്നത്. ബ്രേസിംഗ് ഫില്ലർ റോഡ്സ് മെറ്റൽസ് മെൽറ്റ് അറ്റ് ടെമ്പറേച്ചർ ഫ്രം 860 to 950 യൂസ് ടു ബ്രേസ് അയൺ ആൻഡ് ഇറ്റ്സ് അലോയ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. ബ്രേസ് അയൺ ആൻഡ് ഇറ്റ്സ് അലോയ്സിൽ 860 to 950 ആണ് ബ്രേസിംഗ് ഫില്ലർ റോഡ്. ഓക്കെ, യൂസ് ചെയ്യുന്നത്.
പിന്നെ ബ്രേസിംഗ് ഫ്ലെക്സസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫ്യൂസ്ഡ് ബൊറോക്സ് ആണ് നമ്മൾ ജനറൽ പർപ്പസിന് വേണ്ടി കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അപ്ലൈഡ് ഓൺ ദ ജോയിൻറ്റ് ഇൻ ദ ഫോം ഓഫ് പേസ്റ്റ് മെയ്ഡ് ബൈ മിക്സിംഗ് അപ്പ് വിത്ത് വാട്ടർ. വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇഫ് ബ്രേസിംഗ് ഇസ് ടു ബി ഡൺ അറ്റ് ലോവർ ടെമ്പറേച്ചർ, ബ്രേസിംഗ് ലോവർ ടെമ്പറേച്ചറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലൂറൈഡ്സ് ഓഫ് ആൽക്കലി മെറ്റീരിയൽസ് ആർ കോമൺലി യൂസ്ഡ്. ഫ്ലൂറൈഡ്സ് ഓഫ് ആൽക്കലി മെറ്റീരിയൽസ് യൂസ് ചെയ്യും. ദീസ് ഫ്ലെക്സസ് വിൽ റിമൂവ് റിഫ്രാക്ടറി ഓക്സൈഡ്സ് ഓഫ് അലൂമിനിയം, ക്രോമിയം ആൻഡ് സിലിക്കൺ ആൻഡ് ബെറിലിയം. അപ്പോൾ ഈ ഫ്ലെക്സസ് എന്ന് പറയുന്നത് റിഫ്രാക്ടറി ഓക്സൈഡ്സ് ആയിട്ടുള്ള അലൂമിനിയത്തിനെയും ക്രോമിയത്തിനെയും സിലിക്കനെയും ബെറിലിയത്തിനെയൊക്കെ റിമൂവ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടോർച്ച് ബ്രേസിംഗ് ആണ്. ദ ബേസ് മെറ്റൽ ഈസ് ഹീറ്റഡ് ടു ദ റിക്വയർഡ് ടെമ്പറേച്ചർ ബൈ ആപ്ലിക്കേഷൻ ഓഫ് ഓക്സി അസിറ്റിലിൻ ഫ്ലെയിം. ഇപ്പോൾ ഈ ബേസ് മെറ്റൽ എന്ന് പറയുന്നത് ഹീറ്റ് ചെയ്യുന്നത് ഓക്സി അസിറ്റിലിൻ ഫ്ലെയിം. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ കാര്യമാണത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ബ്രേസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. കംപ്ലീറ്റഡ് ജോയിൻറ്റ് റിക്വയർസ് ലിറ്റിൽ ഓർ നോ ഫിനിഷിംഗ്. ഇപ്പോൾ ഇതിൽ ബ്രേസിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെൽഡിങ് പോലെ അതിൻ്റെ അകത്ത് ഫിനിഷിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗ്രൈൻഡ് ചെയ്യാൻ ഇതിനൊന്നും അധികം നിൽക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റഡ് ജോയിൻറ്റ് റിക്വയർസ് ലിറ്റിൽ ഓർ നോ ഫിനിഷിംഗ്. കുറച്ച് ഫിനിഷിങ്ങിൻ്റെ ആവശ്യം അല്ലെങ്കിൽ നോ ഫിനിഷിംഗ്. റിലേറ്റീവ്ലി ലോ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ജോയിൻറ്റ് ഈസ് മിനിമൈസ്. Relatively low temperature at which the joint is made minimize distortion. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് മിനിമം ഡിസ്റ്റോർഷനേ ഉണ്ടാകത്തുള്ളൂ. ദർ ഈസ് നോ ഫ്ലാഷ് ഓർ വെൽഡ് സ്പാറ്റർ. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഫ്ലാഷോ വെൽഡ് സ്പാറ്റർ ഒന്നും ഉണ്ടാകത്തില്ല വെൽഡിങ്ങിനെ പോലെ. ബ്രേസിംഗ് ടെക്നിക് ഡസ് നോട്ട് റിക്വയർ ആസ് മറ്റ് സ്കിൽ ആസ് ദ ടെക്നിക് ഫോർ ഫ്യൂഷൻ വെൽഡിങ്. ഫ്യൂഷൻ വെൽഡിങ്ങിന് വേണ്ട അത്രയും ടെക്നിക്കൊന്നും ഇതിൻ്റെ ബ്രേസിങ്ങിന് വേണ്ട. പ്രോസസ് ക്യാൻ ബി ഈസിലി മെക്കനൈസ്ഡ്. ഇത് മെക്കനൈസ് ചെയ്യാൻ പറ്റും, അത് മെഷീനൈസ്ഡ് ചെയ്യാൻ പറ്റും. പ്രോസസ് എക്കണോമിക്കൽ ഓവിങ് ടു ദ എബോ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ ഇത് എക്കണോമിക്കലാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇഫ് ദ ജോയിന്റ് ഈസ് എക്സ്പോസ്ഡ് ടു കൊറോസീവ് മീഡിയ, ഫില്ലർ മെറ്റൽ യൂസ്ഡ് മേ നോട്ട് ഹാവ് ദ റിക്വയർഡ് കൊറോസീവ് റെസിസ്റ്റൻസ്. ഇതൊരു കൊറോസീവ് മീഡിയ ആയിട്ട് എക്സ്പോഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലർ മെറ്റലിന് ഈ കൊറോസീവ് റെസിസ്റ്റൻസ് റിക്വയർഡ് ഉണ്ടായിരിക്കണമെന്നില്ല. ഓൾ ദ ബ്രേസിംഗ് അലോയ്സ് ലൂസ് സ്ട്രെങ്ത് അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചർ. ഇതിനൊരു 850 ആ റേഞ്ച് ആണല്ലോ പറയുന്നത്. അപ്പോൾ അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ അലോയ്സിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടും. ദ കളർ ഓഫ് ദ ബ്രേസിംഗ് അലോയ് വിച്ച് റേഞ്ചസ് ഫ്രം സിൽവർ വൈറ്റ് ടു കോപ്പർ റെഡ് മേ നോട്ട് മാച്ച് ദ ബേസ് മെറ്റൽ വെരി ക്ലോസ്ലി. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് സിൽവർ വൈറ്റ് ടു കോപ്പർ റെഡ് കളറാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം ബേസ് മെറ്റലിനും യോജിക്കണമെന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോൾഡറിംഗ് നിന്നും ബ്രേസിംഗിൽ നിന്നും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്.